Hi friends, in the previous lecture we were discussing about the rolling contact bearing. Today we are going to discuss about the sliding contact bearing or simply journal bearing. നമുക്ക് ജേണൽ ബിയറിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ലൂബ്രിക്കേഷൻ എന്താണെന്ന് അറിയണം, ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ എന്താണെന്ന് അറിയണം, ലൂബ്രിക്കൻസ് എന്താണെന്ന് അറിയണം, ലൂബ്രിക്കൻസിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് അറിയണം, ഒരു ലൂബ്രിക്കൻറ്റിന് ഡിസൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയണം. ഇതൊക്കെ ബേസിക്കലി തിയറിയാണ്. നമ്മുടെ ഇത് ഓൾറെഡി നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കെമിസ്ട്രിയിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടൊരു ഔട്ട്ലൈൻ പറയാം. ലൂബ്രിക്കേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്കൊരു മെഷീൻ മെമ്പറിലെ വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, രണ്ട് മൂവിങ് പാർട്സിനിടയ്ക്ക് നമ്മളൊരു അഡീഷണൽ സബ്സ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ വിസ്കോസിറ്റി കാരണം അവിടുത്തെ ഫ്രിക്ഷനും വിയർ ആൻഡ് ടിയറും കുറയുക. അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഹീറ്റ് ജനറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ കോൺടാക്ട് സർഫസിൽ ഹീറ്റ് ജനറേഷൻ കുറയ്ക്കുക എന്നുള്ളൊരു പർപ്പസും ആര് ചെയ്യുന്നുണ്ട്, ലൂബ്രിക്കൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഈ ലൂബ്രിക്കേഷൻ പ്രോസസ്സിനെ നമ്മൾ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ മെയിൻ രണ്ട് കാറ്റഗറി ഓഫ് ലൂബ്രിക്കേഷൻ ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷൻ. അപ്പോൾ ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്കൊരു റൊട്ടേറ്റിംഗ് മെമ്പർ ഉണ്ട്, അതായത് ഒരു ഷാഫ്റ്റ് ഉണ്ട്. അപ്പം ആ ഷാഫ്റ്റിനെ കവർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ സെൻട്രൽ വരയ്ക്കുന്നതാണ്, ഇതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ, ഈ റൊട്ടേറ്റിംഗ് മെമ്പറിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഔട്ടർ റേസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബിയറിംഗ്. ഔട്ടർ റിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബിയറിംഗ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് മെമ്പേഴ്സിനും ഇടയ്ക്ക് നമ്മൾ ഒരു എന്താണ് അഡീഷണൽ ഫ്ലൂയിഡ് കൊടുക്കുക, അതായത് ലൂബ്രിക്കൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ ഈ സെൻട്രലുള്ളത് എൻ്റെ ഷാഫ്റ്റാണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ ഷാഫ്റ്റാണ്. ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ റൊട്ടേറ്റിംഗ് മെമ്പറിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണെന്ന് പറയുന്നത് ജേണൽ എന്ന് പറയുന്നത്. അപ്പം ഈ റൊട്ടേറ്റിംഗ് മെമ്പറിനും സപ്പോർട്ടിംഗ് മെമ്പറിനും ഇടയ്ക്ക് ഒരു തിക്ക് ഫിലിം ഓഫ് ഓയിൽ ആണുള്ളെങ്കിൽ, ഒരു തിക്ക് ഫിലിം ഓഫ് ലൂബ്രിക്കൻ്റ് ആണുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷനിൽ ഓൾറെഡി മെഷീൻ റൺ ചെയ്യുന്നത് തുടങ്ങുമ്പോഴേ എന്ത് ചെയ്യുവാണ്, ഈ രണ്ട് മെമ്പറിനും ഇടയ്ക്ക് എന്ത് ചെയ്യും, നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തേക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് എന്താണ് ലൂബ്രിക്കൻ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് ലൂബ്രിക്കൻ്റ് ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നത്, നമ്മളെന്തിനാ ഈ ജേണലും ഈ സർഫസ് തമ്മിലുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കുക വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഫ്ലൂയിഡ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ രണ്ടിനും ഇടയ്ക്കുള്ള ഈ ഒരു ഫിലിം തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ജേണലിന് എന്ത് കാരണം തന്നെ, റൊട്ടേഷൻ കാരണം തന്നെയാണ്. അതാണ് ഇവിടെ എഴുതിക്കുന്നത്. ഫിലിം പ്രഷർ ഈസ് ക്രിയേറ്റഡ് ബൈ മൂവിങ് ദ സർഫസ് ഇറ്റ് സെൽഫ്, പുള്ളിങ് ദി ലൂബ്രിക്കൻ്റ് ഇൻ ടു എ വെഡ്ജ് ഷേപ്ഡ് സോൺ അറ്റ് എ വെലോസിറ്റി സഫീഷ്യൻ്റ്ലി ഹൈ ടു ക്രിയേറ്റ് ദി പ്രഷർ നെസസറി ടു സെപ്പറേറ്റ് ദി സർഫസ് അഗൈൻസ്റ്റ് ദി ലോഡ് ഓൺ ദി ബിയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വായിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാനിവിടെ ഒരു ഫിഗർ കാണിക്കാം. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് ഷാഫ്റ്റ് അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന സാധനമാണ് എൻ്റെ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യലി നമുക്കറിയാം ഈ ലോഡ് ക്യാരി ചെയ്യുന്ന ഷാഫ്റ്റ് ക്യാരി ചെയ്യുന്ന ലോഡ് മുഴുവൻ എന്ത് ചെയ്യുകയാണ്, ഈ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പോയിന്റിൽ എന്തായിരിക്കും, ഹൈ പ്രഷർ ഏരിയ എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം ഷാഫ്റ്റ് എന്ത് ചെയ്യുക, റെസ്റ്റില്ല, ഷാഫ്റ്റ് എന്ത് ചെയ്തില്ല, റൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം എങ്ങനെയാണ് ഈ ഹൈഡ്രോഡൈനാമിക് ബിയറിങ്ങിൽ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പം വെൻ ദി ഷാഫ്റ്റ് സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റിംഗ്, അപ്പം റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് പതുക്കെ എന്ത് ചെയ്യും, അവൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും, സ്ലൈഡ് ചെയ്ത് കയറാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനിടയ്ക്കുള്ള ഈ ഫ്ലൂയിഡ് ഫിലിം എന്ത് ചെയ്യും, സ്ലിപ്പ് ചെയ്ത് മുകളിലേക്ക് കയറി പതുക്കെ ഇവിടെ എന്ത് ചെയ്യും, ഫില്ല് ആവാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാ, ഇവിടെ ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് യെല്ലോ കളറിൽ, ക്ലിയർ ആണെന്ന് അറിയില്ല, ഈ റൊട്ടേറ്റിംഗ് മെമ്പറിനും ബിയറിങ്ങിനും ഇടയ്ക്ക് ഒരു യെല്ലോ കളർ വെഡ്ജ് ഷേപ്പിൽ എന്ത് ചെയ്തേക്കുവാണ്, ഒരു ഫ്ലൂയിഡ് ഫിലിം ഫോം ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഫുള്ള് യെല്ലോ കളറിൽ കാണിക്കുന്നതാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതും എന്താണ്, ഈ മെമ്പറിൻ്റെ ജേണലിൻ്റെ റൊട്ടേഷൻ കാരണമാണ് ഇവിടെ അപ്പോൾ എന്ത് ചെയ്തത്, എനിക്ക് തിൻ ഫിലിം ഓഫ് ലൂബ്രിക്കേറ്റ് ഉണ്ടായത്. ആ തിൻ ഫിലിം കാരണമാണ് മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ്
ഒഴിവാക്കിയില്ല. അപ്പോൾ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് വരുമ്പോഴുള്ള പ്രശ്നം എന്ത് ചെയ്യും? ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ വഴി ഹീറ്റ് ജനറേഷൻ വരും. അപ്പം നമ്മൾ ഈ റൊട്ടേറ്റിംഗ് മെമ്പറിലേക്ക് കൊടുക്കുന്ന പവർ അത് ഈ ഫ്രിക്ഷണൽ ലൂസ് കാരണം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൊട്ടേറ്റിംഗ് മെമ്പറും ബിയറിങ്ങിൻ്റെ സെൻറ്ററും, അതായത് ഷാഫ്റ്റിൻ്റെ സെൻറ്ററും ബിയറിങ്ങിൻ്റെ സെൻറ്ററും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? എക്സെൻട്രിക് ആയിരിക്കും. ആ രണ്ട്, അതായത് ബിയറിങ്ങിൻ്റെ സെൻറ്ററും റൊട്ടേറ്റിംഗ് മെമ്പർ ജേണലിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ആ റേഡിയൽ ഡിസ്റ്റൻസിനെ, റേഡിയൽ ക്ലിയറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എക്സെൻട്രിസിറ്റി. അപ്പോൾ ഈ ഒരു പാരാമീറ്ററിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഫോം ചെയ്യുന്ന മിനിമം ഓയിൽ ഫിലിം തിക്നെസ്സിനെയാണ് നമ്മൾ എച്ച് മിനിമം അല്ലെങ്കിൽ H0 എന്ന് പറയും. മിനിമം ഓയിൽ ഫിലിം തിക്നെസ് എന്ന് പറയും. അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്ലോലി എന്ത് ചെയ്യും? ഈ നിയർ ബൈ ഓയിൽ ഫിലിമിൻ്റെ റീജിയനിലേക്ക് എന്ത് ചെയ്യും? ഹൈ പ്രഷർ റീജിയൻ വരും. ഇതിൻ്റെ തിയറി പാർട്ടുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് വെച്ചിരിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഹൈഡ്രോഡൈനാമിക് ബിയറിംഗ് എന്ന് പറയുമ്പോൾ, ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്ലൂയിഡ് നമ്മൾ ഓൾറെഡി അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കും. അവിടെ എൻ്റെ റൊട്ടേറ്റിംഗ് മെമ്പറിൻ്റെ റൊട്ടേഷൻ കാരണമാണ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതും അവിടെ ഓയിൽ ഫിലിം ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൂബ്രിക്കൻ ഫിലിം ജനറേറ്റ് ചെയ്യുന്നതും. അതിനെയാണ് നമ്മൾ ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്തിരിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേഷൻ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഫുൾ ഫിലിം ഓർ ഫ്ലൂയിഡ് ലൂബ്രിക്കേഷൻ എന്നും പറയാറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൂബ്രിക്കൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഹൈഡ്രോഡൈനാമിക്കിൻ്റെ കേസിൽ ഓൾറെഡി അവിടെ ലൂബ്രിക്കൻ്റ് ഫിൽ ചെയ്തേക്കുക. ഇവിടെ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് ഒരു പമ്പ് യൂസ് ചെയ്തുകൊണ്ട് ഓയിലിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലോഡ് ചേഞ്ചിങ്ങിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുവാണ്? നമ്മൾ ഓയിൽ സപ്ലൈ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് സപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എപ്പോഴും ഹൈഡ്രോഡൈനാമിക്കിലാണെങ്കിൽ ഇപ്പം ഷാഫ്റ്റിൻ്റെ സ്പീഡ് കുറയും തോറും മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ കേസിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരാം. അതായത് ഷാഫ്റ്റ് മൂവ് ചെയ്തെങ്കിലേ അവിടെ എന്ത് ചെയ്യൂ, കോണ്ടാക്റ്റ് ഒഴിവാകുമെന്നൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഷാഫ്റ്റ് ഈവൻ റെസ്റ്റിലിരിക്കുമ്പോൾ പോലും അവിടെ ചെറിയൊരു ഓയിൽ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാര്യം എന്താ? പമ്പ് പ്രഷറൈസ് ചെയ്താണ് വിടുന്നത്. അപ്പോൾ ഈ പ്രഷർ കാരണം എന്ത് ചെയ്യും? ഈ റൊട്ടേറ്റിംഗ് മെമ്പർ എപ്പോഴും എന്ത് ചെയ്യും? ഒരു ക്ലിയറൻസിൽ അവിടെ ഇരിക്കാൻ നോക്കും. അതാണ് ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. Unlike hydrodynamic lubrication, this kind of lubrication does not require motion of one surface to relative to another എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ. അത് നിങ്ങൾ മഹാദേവൻ്റെ ഡേറ്റാ ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പേജ് നമ്പർ 353 ഈ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കർവിൽ മെയിനായിട്ടും നമ്മളുടെ വിസ്കോസിറ്റി, സ്പീഡ്, പ്രഷർ അതിനെ അത് വെച്ചുകൊണ്ടുള്ള ആ ഒരു നമ്പറിനെയാണ് നമ്മൾ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടൊരു കർവ് മക്കീസ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞ് തിയറി പാർട്ടിൽ നിങ്ങൾ വായിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം വാല്യൂ ഓഫ് ZN/P, അല്ലെങ്കിൽ ഇവിടെ മ്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഡേറ്റാ ബുക്കിൽ ZN/P എന്നാണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റിനെയാണ് കാണിക്കുന്നത്. അതായത് അബ്സല്യൂട്ട് ഓർ ഡൈനാമിക് വിസ്കോസിറ്റിയാണ് മ്യൂ എന്ന് പറയുന്നത്. ഡേറ്റാ ബുക്കിൽ അതിനെ Z എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഈ മിനിമം വാല്യൂവിനെ നമ്മൾ പറയുന്നത് മിനിമം വാല്യൂ ഓഫ് ZN/P, അതിനെ നമ്മൾ പറയുന്നവരാണ് ബിയറിംഗ് മോഡുലസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കർവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതും നിങ്ങൾ തിയറി വായിച്ചു നോക്കുക. ഇത് ഡേറ്റാ ബുക്കിലുണ്ട്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജേണൽ ബിയറിംഗ്. ജേണൽ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലൈഡിങ് മോഷൻ കാരണം, അതായത് ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേഷൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് മെമ്പർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേണൽ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജേണൽ ബിയറിങ്ങിൻ്റെ ഡിസൈൻ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഞാൻ അതിൻ്റെ ജസ്റ്റ് പ്രൊസീജിയർ മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഈ സെക്ഷനിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിയറിങ്സിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ എപ്പോഴും ഡിസൈൻ പ്രോബ്ലം ആയിരിക്കത്തില്ല വരുന്നത്. ചിലപ്പം അവർ പറയും കാൽക്കുലേറ്റ് ദി ടെമ്പറേച്ചർ റൈസ്, കാൽക്കുലേറ്റ് ദി ഫ്ലോ, കാൽക്കുലേറ്റ് ദി Sommerfeld number or bearing modulus, calculate the coefficient of friction, calculate the heat generated,
ചെക്ക് വെദർ ദർ ഈസ് എ നീഡ് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർ ചിലപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോൾ ഡയറക്റ്റ് ഡിസൈൻ ചെയ്യാൻ തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പം എങ്ങനെയായാലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഡിസൈൻ പ്രൊസീജിയർ എന്ന കണക്ക് പ്രൊസീജിയർ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആ പ്രൊസീജിയറിൽ പറയുന്ന ഇക്വേഷൻസ് തന്നെയാണ് നമുക്ക് അല്ലാതൊരു പ്രോബ്ലം ചോദിച്ചാലും യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പുകളും ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ച് സ്റ്റെപ്പുകൾ അധികം ഉണ്ട് ബിയറിങ്സിൽ. പലർക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസൈൻ പ്രൊസീജിയറിൽ പറയുമ്പോൾ ജേണൽ ബിയറിങ്സിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പം ഡിസൈൻ എ ജേണൽ ബിയറിംഗ് ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ്, എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പറയും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ തരും. അപ്പം ബേസ്ഡ് ഓൺ ദി ഗിവൺ ആപ്ലിക്കേഷൻ നമുക്ക് ബിയറിങ്ങിലെ ചില സ്യൂട്ടബിൾ പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യേണ്ടത്. ബേസ്ഡ് ഓൺ ദി ഗിവൺ ആപ്ലിക്കേഷൻ determine the parameters for bearing. ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയാണ്. ഒരുപാട് തിയറി ഉള്ള ഒരു പോർഷനാണ് എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂള്. അതുകൊണ്ട് നിങ്ങൾ കുറേ വായിക്കേണ്ടി വരും. ഇതിൽ ചില ടൈമുകളൊക്കെ പറയുമ്പം പെട്ടെന്ന് ഇപ്പം പ്രൊസീജിയറിൽ കയറ്റി പറയുമ്പോൾ ചിലപ്പം മനസ്സിലാകാതെയൊക്കെ വരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വഴി നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. സമയം പോലെ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ്, അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിന് ബിയറിങ്ങിൻ്റെ ഈ ബേസിക് പാരാമീറ്റേഴ്സ് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടേബിൾ 15.7. സോ ടേബിൾ 15.7 പേജ് നമ്പർ 366-367. അപ്പോൾ ഈ പേജിൽ നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ടേബിൾ എടുക്കുകയാണെങ്കിൽ പേജ് 366-367 എടുക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കിയേ, ഡിസൈൻ ഡേറ്റ ഫോർ ബിയറിങ്സ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മെഷീനറി, അതാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു ആപ്ലിക്കേഷൻ പറയും. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഫസ്റ്റ് ഓട്ടോമൊബൈൽ ആൻഡ് എയർക്രാഫ്റ്റ് എഞ്ചിൻ, ഗ്യാസ് ആൻഡ് ഓയിൽ എഞ്ചിൻ, ഇങ്ങനെ പല ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പം ശരിക്കും 366 367 366 അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ മെഷീനറി ടൈപ്പ് ഓഫ്, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ 17 എന്ന് പറഞ്ഞ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ഗിവൺ ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ടേബിളിൽ നിന്നും മാക്സിമം പ്രഷർ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇസഡ് വാല്യൂ, മിനിമം ഇസഡ്/P, C/R, L/D, ഈ ഇത്രയും പാരാമീറ്റേഴ്സ്, ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും പാരാമീറ്റേഴ്സ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അപ്പം ഫ്രം ടേബിൾ 15.7 പേജ് 366 നോട്ട് ഡൗൺ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ്. ഒന്ന്, വി നീഡ് ടു കാൽക്കുലേറ്റ് ദി പി മാക്സ് വാല്യൂ. അപ്പം പി മാക്സ് വാല്യൂ എടുക്കുകയാണെങ്കിൽ ടേബിളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റേഞ്ചസ് ആയിട്ടായിരിക്കും ചിലത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ റേഞ്ചസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ആവറേജ് വാല്യൂ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക ഹാഫ് ഓഫ് മാക്സിമം വാല്യൂ എഴുതുക. എന്നുള്ള കേസിൽ എടുക്കുക. അപ്പോൾ പി മാക്സ് നോട്ട് ചെയ്യുക. അതുപോലെ ഇസഡ് വാല്യൂ ഞാൻ പറഞ്ഞ ഓൾറെഡി എന്താണ്, അബ്സല്യൂട്ട് വിസ്കോസിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇസഡ് വാല്യൂ നോട്ട് ചെയ്യുക. അതുപോലെ ഫോർത്ത് കോളത്തിന് Zn/P മിനിമം, അതും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ C/R റേഷ്യോ, അതുപോലെ L/D റേഷ്യോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് ഇപ്പം പലരും ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും തരത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഞാനൊരു ജനറൽ ഔട്ട്ലൈൻ ആണ് തരുന്നതെങ്കിലും ഗിവൺ പ്രോബ്ലത്തിൻ്റെ ഇൻപുട്ട് അനുസരിച്ചിട്ട് ഈ സ്റ്റെപ്പുകളിൽ ചില വേരിയേഷൻസ് വരുത്തേണ്ട ആവശ്യങ്ങളേ ഉള്ളൂ. എല്ലാ കേസിലും ആപ്ലിക്കേഷൻ തരണമെന്നില്ല. ചിലപ്പം ഡയമീറ്ററും ഈ പറയുന്ന ഈ ഡേറ്റാസ് എല്ലാം ഇനിഷ്യലി തരുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഒഴിവാക്കേണ്ടി വരും. അത് ഡിപ്പെൻസ് ആണ്. അപ്പം ജനറൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒന്നും ഇല്ലാത്ത ഒരു കേസ് ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു ജനറൽ ഔട്ട്ലൈൻ മാത്രമാണ് ഈ തരുന്നത്. എപ്പോഴും എല്ലാ പ്രോബ്ലത്തിലും ഇതേ സ്റ്റെപ്പുകൾ ഇതേ ഓർഡറിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യണം എന്നില്ല. ചില സ്റ്റെപ്പുകൾ നമുക്ക് ഒമിറ്റ് ചെയ്യേണ്ടി വരും, ചില സ്റ്റെപ്പുകൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഡിപ്പെൻസ്. സോ അതിനനുസരിച്ച് നമുക്ക് നോക്കാം.
ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മളുടെ ടേബിളിൽ നിന്നും നോട്ട് ഡൗൺ ചെയ്തു. ഇത് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ബിയറിങ്ങിൽ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താ ജേണലിനും ബിയറിങ്ങിനും ഇടയ്ക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്താൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൂബ്രിക്കൻ്റിൽ, അതായത് ബിയറിങ്ങിന് ഇൻസൈഡിൽ ഡെവലപ്പ് ചെയ്യേണ്ട അലോവബിൾ പ്രഷർ എത്രയാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ തന്നെ വി വിൽ സെലക്ട് ദി allowable pressure inside the bearing, allowable pressure ഇൻസൈഡ് ദി ബിയറിംഗ്. അത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്തു, സ്റ്റെപ്പ് 1 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ സ്റ്റെപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ചില പ്രോബ്ലത്തിൽ ഡയമീറ്റർ എന്തായിരിക്കും, ചില പ്രോബ്ലത്തിൽ ഡയമീറ്റർ നമുക്ക് എന്ത് ചെയ്യും, ഗിവൺ ആയിരിക്കും, അതായത് ഡയമീറ്റർ നോൺ ആയിരിക്കും. ചില കേസിൽ ഡയമീറ്റർ അൺനോൺ ആയിരിക്കും. 2 കേസ് വരും, ഡയമീറ്റർ അൺനോണും വരാം. അപ്പോൾ സെലക്ട് ദി അലോവബിൾ പ്രഷർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡേറ്റാ ബുക്കിൽ നോക്കുവാണെങ്കിൽ ഇക്വേഷൻ 15.6C പേജ് 355 അത് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ, പ്രഷറിൻ്റെ ഇക്വേഷൻ കൊടുത്തേക്കാൻ നിങ്ങൾ കാണാം P = W/2RL. 2R എന്ന് പറഞ്ഞാൽ 2 ടൈംസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ അത് ഡയമീറ്റർ. അപ്പോൾ ഇതിന് എനിക്ക് എഴുതാം W/LD എന്ന് എഴുതാം. അപ്പോൾ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ബിയറിങ്ങിൽ വരുന്ന നെറ്റ് ലോഡാണ് എന്തെന്ന് പറയുന്നത് W എന്ന് പറയുന്നത്. W ഈസ് ദ നെറ്റ് ലോഡ്. അത് നമ്മൾ ന്യൂട്രലിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് ഡയമീറ്റർ അറിയാമെങ്കിൽ എന്ത് ചെയ്യണം, അൺനോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കാകെ പി മാക്സ് മാത്രം, മാക്സിമം പ്രഷർ നമ്മൾ ആ ടേബിളിൽ നിന്ന് ഇത്രയും വരാവുന്ന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷനിലോട്ട് ഇപ്പം ഡയറക്റ്റായിട്ട് നോക്കിയേ, പി നമുക്കറിയാം, W നമുക്കറിയാം, LD ശരിയല്ലേ? അപ്പം ഡയമീറ്റർ നോൺ ആണെങ്കിൽ, ഇത് നോൺ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, പി അറിയാം, W അറിയാം. അപ്പോൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യാം, ഡയറക്റ്റായിട്ട് L = എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റെ ടേബിളിൽ നിന്നെടുത്ത് L/D റേഷ്യോ എൻ്റെ കയ്യിലുണ്ട്. ആ L/D റേഷ്യോ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, L = സം വാല്യൂ ഇൻറ്റു D എന്ന് എഴുതി. കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.2 എന്നാണെങ്കിൽ L/D 0.2 എന്നാണെങ്കിൽ അപ്പോൾ L = 1.2D എന്നാണെങ്കിൽ L = എനിക്ക് എഴുതാം 1.2D എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വാല്യൂവിനെ നമ്മളുടെ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ P = W/LD എന്നുള്ള ഈ ഇക്വേഷനകത്തോട്ട് എല്ലിൻ്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുക, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, D കണ്ടുപിടിക്കുക. ദെൻ D എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ ഇത് എഴുതുമ്പോൾ എനിക്ക് എഴുതാം W/സം വാല്യൂ ഇൻറ്റു D എന്തായി, D² ആയി. സോ പ്രഷർ അറിയാം, മാക്സിമം പ്രഷർ അറിയാം, ലോഡ് അറിയാം. അതിൽ നിന്ന് എന്ത് ചെയ്യുക, D കാൽക്കുലേറ്റ് ചെയ്യുക. D കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, L കാൽക്കുലേറ്റ് ചെയ്യുക. L-ഉം D-യും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഷാഫ്റ്റ്. അത് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡർഡൈസ് ചെയ്ത് കറസ്പോണ്ടിങ്ങിലി L വാല്യൂയും കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ഈ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് L വാല്യൂയും കണ്ടുപിടിക്കാറിയാം. അപ്പോൾ L-ഉം D-യും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ ആക്ച്വൽ പ്രഷർ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആക്ച്വൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ W/LD അതേ ഇക്വേഷൻ തന്നെ. പക്ഷേ ഈ L-ഉം D എന്താണ്, നമ്മളിവിടെ കണ്ടുപിടിച്ച വാല്യൂസാണ്. സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് D വാല്യൂം കറസ്പോണ്ടിങ് L വാല്യൂം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്ച്വൽ പ്രഷർ ഡെവലപ്ഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബേസ്ഡ് ഓൺ ദി ആപ്ലിക്കേഷൻ ഇത്രയും പാരാമീറ്റേഴ്സ് നോട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡയമീറ്റർ നോൺ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് L വാല്യൂ കണ്ടുപിടിക്കുക. ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ എന്ത് ചെയ്യുക, എല്ലിനെ ഇൻ ടൈംസ് ഓഫ് ഡിയിലേക്ക്, അത് L/D റേഷ്യോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എടുക്കുന്നുണ്ട്, അത് വെച്ചുകൊണ്ട് എല്ലിനെ ഇൻ ടൈംസ് ഓഫ് ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ പിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് ഡയമീറ്റർ കാണുക, ദെൻ L കാണുക. ഡയമീറ്ററിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. എന്നിട്ട് L വാല്യൂ കണ്ടുപിടിച്ച ശേഷം ആക്ച്വൽ എത്രമാത്രം പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. ദെൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയണമെന്നില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ഡയമീറ്ററും എല്ലും കിട്ടി. അപ്പോൾ നമ്മൾ ഡയമീറ്ററും എല്ലും ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. ഇനി ടേബിളിൽ നമുക്ക് C/R റേഷ്യോ നമ്മൾ എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു C/R റേഷ്യോ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയമീറ്റർ കിട്ടിയെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് R എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, D/2 ആയിരിക്കും. അപ്പോൾ R വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. R വാല്യൂ അറിയാമെങ്കിൽ therefore C = കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ റേഡിയൽ ക്ലിയറൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയറൻസ് വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാണോ അൺനോൺ ആയിട്ടുള്ളത് അതെല്ലാം കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ ഡയമീറ്റർ നോൺ ആണെങ്കിൽ അത് വെച്ചുകൊണ്ട് എല്ല് കണ്ടുപിടിക്കുന്നു. അതല്ല ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ L/D റേഷ്യോ വെച്ചുകൊണ്ട് ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ദെൻ ലെങ്ത് കണ്ടുപിടിക്കുന്നു, ആ പുതിയ ഡയമീറ്ററും ലെങ്തും വെച്ചുകൊണ്ട് ആക്ച്വൽ പ്രഷർ കണ്ടുപിടിക്കുന്നു. അതുപോലെ ക്ലിയറൻസും എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഡയമീറ്റർ നോൺ ആണെങ്കിൽ നമുക്ക് ക്ലിയറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല, ഇതേ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതും ആക്ച്വൽ പ്രഷർ എത്രയാണോ അല്ലെങ്കിൽ ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ജേർണലിൻ്റെ ഡയമീറ്ററും ലെങ്തും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിനിടയ്ക്ക് എന്ത് തരം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ ഓഫ് ഓയിൽ ഫോർ ലൂബ്രിക്കേഷൻ. എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പം സെലക്ഷൻ ഓഫ് ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഒരു അസംഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. ഇഫ് നമുക്ക് ഓയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിനെ വേറൊരു പേര് പറയാം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, അതായത് ആ ജേർണൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചർ അൺനോൺ ആണെങ്കിൽ നമുക്ക് ആ വാല്യൂ അസ്യൂം ചെയ്യണം. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് T0. അതിനെ നമുക്ക് രണ്ട് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്നും പറയാം, അല്ലെങ്കിൽ ഓയിൽ ടെമ്പറേച്ചർ എന്നും പറയാം. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ഇറ്റ് ആസ് 60 to 70 ഡിഗ്രി. യൂഷ്വലി നമ്മൾ 60 ഡിഗ്രി സെൽഷ്യസ് ആണ് എടുക്കാറ്. അപ്പം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം T0 വാല്യൂ. അത് ഓർത്ത് വെച്ചേക്കുക. മിക്ക കേസിൽ നമുക്ക് ആ ഒരു ഓയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് തരാറുണ്ട്. തന്നിട്ടില്ലെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ചെയ്യുന്ന അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഫൈൻഡ് ഔട്ട് ദി കൈനമാറ്റിക് വിസ്കോസിറ്റി. ഫൈൻഡ് ZK. ZK ഈസ് ദ കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ആ ഇക്വേഷൻ ചെറുതായിട്ട് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇക്വേഷൻ ഞാൻ വായിക്കുവാണ്. ഇക്വേഷൻ 15.1E പേജ് നമ്പർ 350. അപ്പോൾ 350 ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതും. അപ്പം ഡേറ്റാ ബുക്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. Z = ρ × ZK എന്നായിരിക്കും കാണുന്നത്. ഇവിടെ നിങ്ങളൊരു 1000 ഇടാൻ മറന്നു പോകരുത്. ഒരു 1000 കൂടെ ഇട്ടേക്കുക. 1000 ρ ZK എന്ന് നിങ്ങൾ ആ ഡേറ്റാ ബുക്കിലേക്ക്, ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1000 എന്ന്. അപ്പോൾ നിങ്ങൾ അത് മാർക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഒരു 1000 ഇടണം. ഇനി ഇവിടുത്തെ ZK എന്താണ്, ഇതിൽ ഏത് പാരാമീറ്ററും അറിയണമെങ്കിൽ ഞാൻ പറയാം എപ്പോഴും ഏത് ചാപ്റ്ററിൻ്റെയും ഫ്രണ്ടിൽ കുറേ ഇൻഡെക്സിൽ കുറേ നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ നൊട്ടേഷൻ്റെയും യൂണിറ്റിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം Z എന്ന് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് ആബ്സല്യൂട്ട് ഓർ ഡൈനാമിക് വിസ്കോസിറ്റി ഇൻ Newton/s/m². ഇതിൽ ശ്രദ്ധിച്ച് Newton/m² എന്ന് പറയുന്നത് എന്താ, പാസ്കൽ. അതിനെ നമുക്ക് എങ്ങനെയും പറയാം, പാസ്കൽ സെക്കൻഡ്സ് എന്നും പറയാം. ഇനി ZK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി, അതിൻ്റെ യൂണിറ്റ് എന്താ, m²/s കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മളപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട Z എന്ന് പറയുന്നത്, Z വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, Newton/s/m² ആയിരിക്കും. ZK എന്ന് പറയുന്നത് m²/s കിട്ടുന്നത്. അത് സൈഡിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ആബ്സല്യൂട്ട് വിസ്കോസിറ്റി, അതായത് Z എന്ന് പറയുന്നത് എന്തിലാണ്, Newton/s/m² എന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ യൂണിറ്റുകളെ കുറിച്ച് നിങ്ങൾ ഓർത്ത് കൺഫ്യൂസ്ഡ് ആവരുത്. സംശയം ഉണ്ടെങ്കിൽ ഡേറ്റാ ബുക്കിൻ്റെ അനോട്ടേഷൻ പാർട്ടിലേക്ക് തന്നെ നോക്കുക. അവിടെ അവർ എന്ത് പറയുന്നുണ്ട്, നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് Z ആണ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ടേബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. Z റോ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ തരാം അല്ലെങ്കിൽ തരാതിരിക്കാം. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ രണ്ടാമത്തെ അസംഷൻ അസ്യൂം റോ ആസ് 0.9 വാട്ടറിനേക്കാളും താഴെയാണ്. റോ എന്ന് പറയുന്നത് എന്താണ്, റോ ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി. വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര, 1. അപ്പോൾ വാട്ടറിനേക്കാളും താഴെയുള്ള ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ മാനോമീറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ പറയും സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ യൂസ് ചെയ്യുന്ന 0.8, 0.9 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഞാനൊരു വാല്യൂ എത്ര 0.9 എന്ന് അങ്ങ് അസ്യൂം ചെയ്യുക തന്നിട്ടില്ലെങ്കിൽ. ഇനി നമുക്ക് അതല്ല
ഒരു പർട്ടിക്കുലർ ഓയിലും അതിൻ്റെ 15 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്താണ് റോ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് താഴെ വേറൊരു ഇക്വേഷൻ 15.1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 15.1F പേജ് 350 തന്നെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഒരു റോ ഈസ് ഈക്വൽ ടു എന്താണ് റോ 15 മൈനസ് 0.00063 ഇൻറ്റു T0 മൈനസ് 50 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഈ പാരാമീറ്റേഴ്സ് എല്ലാം അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നുള്ള ഡേറ്റ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി എത്ര എന്ന് വിചാരിക്കുക, അത് 0.9 എന്ന് അസ്യൂം ചെയ്യും. അപ്പോഴിവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇസഡ് എന്ന് പറയുന്നത് എനിക്ക് എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലും ഇസഡ് കെ എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡുമാണ് വേണ്ടത്. ഈ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടി? ടേബിളിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ ടേബിളിൽ നിന്ന് കിട്ടി, സ്റ്റെപ്പ് 1 കിട്ടിയതാണ്. അപ്പോൾ ഇവിടുത്തെ അൺനോൺ ആരാ? ഇസഡ് കെ. ദെയർഫോർ ഇസഡ് കെ ഈക്വൽ ടു ദിസ് മച്ച് മീറ്റർ സ്ക്വയർ, ഞാൻ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ എനിക്ക് ഇസഡ് കെയിനെ വേണ്ടത് നമ്മൾ യൂഷ്വലി കൈനമാറ്റിക് വിസ്കോസിറ്റിനെ സെൻറ്റി സ്റ്റോക്കിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 10⁶ സെൻറ്റി സ്റ്റോക്കാണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, എനിക്ക് ഇസഡ് ഡാഷ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻ സെൻറ്റി സ്റ്റോക്ക് എന്നുള്ള മീനിങ്ങാണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഡാഷ് കെ എന്ന് പറയുന്നത് തന്നെ എനിക്കെങ്ങനെ എഴുതാം? ഇസഡ് കെ ഇൻറ്റു ഇത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡില്ല, അതിനെ സെൻറ്റി സ്റ്റോക്ക് എന്ത് ചെയ്താൽ മതി? 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സെൻറ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഓയിൽ ടെമ്പറേച്ചർ അറിയത്തില്ലെങ്കിൽ ഓയിൽ ടെമ്പറേച്ചർ അസ്യൂം ചെയ്യുക. ഇസഡ് കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ ഇവിടെ 15.1 ഈ പേജ് 350 അവിടെ ഇസഡ് നമ്മൾ ടേബിളിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. റോ തന്നിട്ടില്ലെങ്കിൽ അത് അസ്യൂം ചെയ്യുക, അവിടുന്ന് ഇസഡ് കണ്ടുപിടിക്കുക. അത് കിട്ടുന്ന മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡില്ല, പക്ഷേ എനിക്കതിന് എന്താക്കണം? സെൻറ്റി സ്റ്റോക്കിലാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ എങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഓയിൽ സെലക്ട് ചെയ്യാനായിട്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുക? നമുക്ക് എന്തൊക്കെയുണ്ട് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ? നമ്മളിപ്പം നമ്മളുടെ വിസ്കോസിറ്റി എന്തൊക്കെയാണ്? ഇസഡ് ഡാഷ് കെയും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ എൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ T0 ഉണ്ട്. T0 ഇൻ ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻ സെൻറ്റി സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടേബിൾ 15.1 പേജ് ടേബിൾ 15.1ലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ഫിഗർ വേണം. ആദ്യം ടേബിൾ 15.1 കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ ടേബിൾ 15.1 പേജ് 363 നോക്കുവാണെങ്കിൽ, പേജ് 363 എടുത്തു. പേജ് 363ൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ പല ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓയിൽ നെയിംസ് അവർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഓയിലാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ SA20, SA10, SA30, SA40, SA60 എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഓയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റോ 15 വാല്യൂ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമേ ഈ ടേബിളിലേക്ക് പോകാൻ പറ്റത്തില്ല. അതിന് വേണ്ടി നമുക്കൊരു ഫിഗർ യൂസ് ചെയ്യണം. ആ ഫിഗർ യൂസ് ചെയ്ത ശേഷം മാത്രമേ എനിക്ക് ആ ടേബിളിലേക്ക് പോകാൻ പറ്റൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇസഡ് ഡാഷ് കെയും ടെമ്പറേച്ചറും, അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം ഏത് ടൈപ്പ് ഓയിൽ വേണമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പേജ് 352 വന്നു. അപ്പോൾ പേജ് 352 നോക്കുകയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി ഫാരൻഹീറ്റാണ്. മേളിൽ എന്തുകൊണ്ട്? ഡിഗ്രി സെൽഷ്യസിലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഇവിടെയും രണ്ട് വൈ ആക്സിസ്, ഒരു വൈ ആക്സിസിൽ എന്താണ്? സേബോൾട്ട് യൂണിവേഴ്സൽ സെക്കൻഡ്സിൽ ഒരെണ്ണത്തിൽ സെൻറ്റി. നമ്മളിപ്പോൾ എന്താ ഉള്ളത്? സെൻറ്റി സ്റ്റോക്കിലാണ് ഉള്ളത്. അപ്പോൾ സെൻറ്റി സ്റ്റോക്കിലെ ഈ വാല്യൂ ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ വാല്യൂ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ പ്ലോട്ട് ചെയ്യുക. താഴേക്ക് പ്ലോട്ട് ചെയ്തിട്ട് തൊട്ടടുത്ത എന്താണ് ഓയിൽ വാല്യൂ, ഹയർ ഓയിൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് H ആണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടേബിളിൽ പോയി നോക്കുക. H എന്ന് പറയുന്നത് ഏത് ഓയിലാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ H എന്ന് പറയുന്നത് എയർപ്ലെയിൻ ഓയിൽ SAE 60. അപ്പം നമ്മൾ എന്ത് എഴുതും? SAE 60 ഓയിൽ 60, SAE 60 ഓയിൽ ഈസ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അപ്പം ഈ രണ്ട് വാല്യൂവിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് വാല്യൂവിനെയും ബേസ് ചെയ്തുകൊണ്ട് ഫിഗർ 15.3 പേജ് 352 പോവുക. അതിൽ നിന്ന് ഈ രണ്ട് വാല്യൂവിനെയും ബേസ് ചെയ്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുക? കർവ് ചൂസ് ചെയ്യുക. ആ കർവ് ഏതാണെന്ന് ഈ ടേബിളിൽ പോയി എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓയിൽ സെലക്ട് ചെയ്യാൻ പറ്റും.
ഇനി ഈ ഓയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ഓയിൽ എന്താ ഈ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. എൻ്റെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്കിംഗ് ദി സ്യൂട്ടബിലിറ്റി ഓഫ് ഓയിൽ. ചെക്കിംഗ് സ്യൂട്ടബിലിറ്റി ഓഫ് ഓയിൽ. ഓയിലിൻ്റെ സ്യൂട്ടബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണം, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിലെ ഫസ്റ്റ് സബ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ബിയറിംഗ് മോഡുലസ്. ഫൈൻഡ് ദ ബിയറിംഗ് മോഡുലസ്. ബിയറിംഗ് മോഡുലസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ ആ എന്താണ് കർവിനകത്ത് ഏറ്റവും മിനിമം വാല്യൂവിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ബിയറിംഗ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബിയറിംഗ് മോഡുലസ് സി വാല്യൂ കണ്ടുപിടിക്കണം. ഓൾറെഡി സി വാല്യൂ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഐ തിങ്ക് ആ ഇക്വേഷൻ നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആ ടേബിളിൽ നിന്ന് എടുക്കുന്ന ഒരു വാല്യൂ തന്നെ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ZN/P. ഈ വാല്യൂ എത്രയാണ് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റെപ്പ് 1ൽ എന്ത് കണ്ടുപിടിച്ച ടേബിളിൽ നിന്നും നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്, Z1 എഴുതിയിട്ടുണ്ട്. നമുക്ക് ജേർണലിൻ്റെ സ്പീഡ് എത്രയാണെന്ന് തരും. ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഗിവൺ ആയിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് 1ൽ നിന്ന് എടുത്ത എൻ്റെ മാക്സിമം പ്രഷർ ആണെങ്കിൽ അത് ഇപ്പോൾ ഡയമീറ്റർ നോൺ ആണെങ്കിൽ മാക്സിമം പ്രഷറാണ് ഇട്ട് ചെയ്യാം. അതല്ല നമ്മൾ എന്താണ് ആക്ച്വൽ പ്രഷറാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ആക്ച്വൽ പ്രഷർ വാല്യൂ വേണം ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബിയറിംഗ് മോഡൽസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ZN/P ഉണ്ട്. അതെന്താണ് നമ്മൾ എഴുതിയ ടേബിളിൽ നിന്ന് എഴുതിയപ്പോഴേ എഴുതിയ എന്താ, അത് ZN/P മിനിമം വാല്യൂ. അത് നമ്മൾ എവിടെ നിന്നാണ് എഴുതിയേ, ടേബിൾ 15.7 പേജ് 366 നിന്നായിരുന്നു എഴുതിയത്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത സ്റ്റെപ്പ് 1ൽ ചെയ്തത്. അപ്പോൾ നമുക്ക് എൻ്റെ 2 ZN/P വാല്യൂ ആയി. ഒന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഉണ്ട്, അതുപോലെ എൻ്റെ ഈ മിനിമം വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ മക്കീസ് ഇൻവെസ്റ്റിഗേഷനകത്ത് നിങ്ങൾ തിയറി പഠിക്കും സി മിനിമം എന്ന് പറയുന്നത് എപ്പോഴും, അതായത് മിനിമം ബിയറിംഗ് മോഡുലസ് എന്ന് പറയുന്നത് എപ്പോഴും ZN/P മിനിമത്തിൻ്റെ 1/3 ആയിരിക്കണം. അതൊരു കണ്ടീഷനാണ്. അത് ആ തിയറിക്കകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ്. സോ സി മിനിമം ബിയറിംഗ് മോഡുലസ് മസ്റ്റ് ബി 1/3 ഓഫ് ZN/P മിനിമമാണ്. ഇതിൽ നമുക്കറിയാം ന്യൂമറേറ്റർ ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാ, ഈ ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂ. അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സി മിനിമം എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിപ്പോൾ 30 ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ എത്ര ആയിരിക്കും, സി മിനിമം എന്ന് പറയുന്നത് എത്ര വരും, 10 വരും. ക്ലിയർ. എന്നിട്ട് നമുക്ക് സി മിനിമം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സി ഉണ്ട് സി മിനിമം ഉണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് ഇഫ് സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി മിനിമം, അതായത് ഇത് കുറവും ഇതാണ് കൂടുതലെങ്കിൽ നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് കൂടുതലെങ്കിൽ വി വിൽ സേ ഇറ്റ് ഈസ് ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേഷൻ. ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഒന്നുമല്ല, തിക്ക് ഫിലിമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായി നമ്മൾ സെലക്ട് ചെയ്ത ഓയിൽ എന്തായിരിക്കും, സ്യൂട്ടബിൾ ആയിരിക്കും. അതല്ല ഇഫ് സി ലെസ് ദാൻ സി മിനിമം ആണ് കൂടുതലെങ്കിൽ നമുക്ക് അവിടെ എന്താണ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള തിക്നെസ് ഇല്ല. തിക്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, തിക്നെസ് ഓഫ് ഫിലിം എന്ന് പറയുന്നത് എന്തായിരിക്കും, തിക്നെസ് ഓഫ് ഓയിൽ ഫിലിം ഈസ് ലെസ്, ദെയർഫോർ ചേഞ്ച് ഓയിൽ. നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഹയർ ഓയിൽ ഏതാണോ അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. അപ്പം ടേബിളിലെ ഡേറ്റ വെച്ച് സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സി മിനിമം ഇത് ടേബിളിൽ നിന്ന് എടുത്ത വാല്യൂ, അതിൻ്റെ 1/3 എടുക്കുക. ഈ വാല്യൂ ആണ് കൂടുതലെങ്കിൽ, ഇതിനേക്കാളും ഈ വാല്യൂ ആണ് കൂടുതലെങ്കിൽ ഹൈഡ്രോഡൈനാമിക്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആ എടുത്ത ഓയിൽ എന്താണ് സ്യൂട്ടബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ഹയർ ഓയിൽ വാല്യൂ അല്ലെങ്കിൽ ഓയിൽ സെലക്ട് ചെയ്യേണ്ടി വരും. അതാണ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിൽ ബിയറിങ്ങിലെ ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ഉണ്ട്. ബിയറിങ്ങിൻ്റെ സെലക്ഷനിൽ അല്ലെങ്കിൽ ബിയറിംഗ് ഡിസൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറുണ്ട്. ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോമർഫീൽഡ് നമ്പർ എന്ന് പറയും. അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വി വിൽ കാൽക്കുലേറ്റ് ദി സോമർഫീൽഡ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യും. സോമർഫീൽഡ് നമ്പർ അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡേറ്റാ ബുക്കിൽ എസ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇക്വേഷൻ 15.6a ഓർ ബി. അപ്പോൾ രണ്ട് നിങ്ങൾക്ക് എന്താണ് സോമർഫീൽഡിൻ്റെ ഇക്വേഷനാണ് പേജ് 354. ഐ തിങ്ക് പേജ് 354 ആണെന്ന് തോന്നുന്നു. അപ്പോൾ പേജ് 354 എടുത്തു.
ഇപ്പോൾ പേജ് 354 നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്, വിത്തൗട്ട് സൈഡ് ലീക്കേജ് ഉണ്ട്, വിത്ത് സൈഡ് ലീക്കേജ് ഉണ്ട്. അപ്പോൾ ഏതാണോ കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വിത്തൗട്ട് സൈഡ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ചൂസ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കുക, R/C വാല്യൂ അത് ഓൾറെഡി നമ്മൾ C/R എന്നും പറഞ്ഞ ടേബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോൾ R/C വാല്യൂ ആയി. Z/P എന്ന് പറയുന്ന ഈ വാല്യൂ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ, അതായത് തൊട്ട് മുന്നേ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു, Z/P വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു C എന്നും പറഞ്ഞു. ആ വാല്യൂ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, കാൽക്കുലേറ്റഡ് വാല്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അല്ലാതെ ടേബിളിൽ നിന്ന് എടുത്ത വാല്യൂ അല്ല, കാൽക്കുലേറ്റഡ് വാല്യൂ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സോമർഫീൽഡ് നമ്പർ കണ്ടുപിടിക്കുക. ദെൻ സോമർഫീൽഡ് നമ്പർ കണ്ടുപിടിച്ചാൽ എൻ്റെ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്മോൾ എഫ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇക്വേഷൻ ഒന്നും എഴുതില്ല, കാര്യം ഇതെല്ലാം ഡേറ്റാബുക്കിലുള്ള ഇക്വേഷനാണ്. സോ കാൽക്കുലേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മീൻസ് വി ഹാവ് ടു യൂസ് ഇക്വേഷൻ 15.4b പേജ് 353. അപ്പോൾ പേജ് 3 എല്ലാം അടുത്തടുത്തുള്ള ഇക്വേഷൻ. ഇപ്പോൾ പേജ് 353 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എക്സ്പ്രഷൻ F = Ka × Z/P × R/C × 10⁻⁻10 + ΔF. ഇവിടെ വളരെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക, Ka വാല്യൂ എന്താണെന്നുള്ളത് അവർ തൊട്ട് താഴെ ഇക്വേഷൻ താഴെ തന്നെ പറയുന്നുണ്ട്. 541.33 ബീറ്റ ഇഫ് ബീറ്റ ഈസ് എ സർക്കംഫറൻഷ്യൽ ലെങ്ത് ഓഫ് ദി ബിയറിംഗ് ഇൻ ഡിഗ്രി. അതായത് നമുക്ക് ജേണൽ ബിയറിങ്സ് തന്നെ ഫുൾ ജേണൽ ബിയറിംഗ് ഉണ്ട്, പാർഷ്യൽ ജേണൽ ബിയറിംഗ് ഉണ്ട്. അപ്പോൾ പാർഷ്യൽ ജേണൽ ബിയറിംഗ് ആണെങ്കിൽ നമ്മൾ പറയും 120 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രി എന്ന് പറയും. ഫുൾ ഡിഗ്രി ആണെങ്കിൽ ബീറ്റ എത്ര ആയിരിക്കും, 360 ആയിരിക്കും. അപ്പോൾ ഫുൾ ജേണൽ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി K വാല്യൂ എത്രയാണ് അവർ തന്നിട്ടുണ്ട്, Ka വാല്യൂ. ഇതെല്ലാം 120 എന്ന് പറയുകയാണെങ്കിൽ 541.33 × 120 ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, Ka വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ Z/p അവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലുള്ളത് കാൽക്കുലേറ്റഡ് വാല്യൂ ഏതാണ്, നമ്മുടെ കയ്യിലുള്ള കാൽക്കുലേറ്റഡ് വാല്യൂ ക്യാപിറ്റൽ Z/P ആണ്. നമ്മൾ 5th സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തത്, 5th അല്ല 4th സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം ഈ Z/Pയിൽ n എന്തായിരുന്നു, RPM-ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇക്വേഷനിൽ സ്മാൾ n ആണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്താ, ഈ n/60 അല്ലേ, സ്മോൾ n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ n/60 RPS ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് Z/P വാല്യൂ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വാല്യൂവിനെ എത്ര കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി, 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൽ കൊടുക്കാനുള്ള വാല്യൂ ആയി. അപ്പോൾ ഈ ഡേറ്റാ ബുക്ക് വേണമെങ്കിൽ ഇത് ക്യാപിറ്റൽ n ആക്കുക, അടിയിൽ എന്ത് ചെയ്യുക, ഒരു 60. അപ്പോൾ Z/P നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആലോചിക്കുക. R/C നേരത്തെ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടേബിളിൽ നിന്ന് എടുത്തതാണ്. ഇനി ΔF അവർ താഴെ പറയുന്നുണ്ട്. L/D റേഷ്യോയുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ΔF ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ L/D റേഷ്യോ 0.75-നും 2.8-നും ഇടയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ΔF എത്ര എടുക്കുക, ഈ വാല്യൂ എടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, തൊട്ട് താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, L/D റേഷ്യോയും എൻ്റെ കറക്ഷൻ ഫാക്ടർ ΔF-ഉം. അപ്പോൾ ആ L/D റേഷ്യോ കറസ്പോണ്ടിങ് ആണ്ട് ഈ ചാർട്ടിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, ΔF വാല്യൂ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഇക്വേഷനിൽ കൊടുക്കാനുള്ള എല്ലാ വാല്യൂസും ആയിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ആലോചിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് Z/P ആണ് എൻ്റെ കയ്യിലുള്ളത്, ടേബിളിൽ നിന്ന് എടുത്തല്ല, കാൽക്കുലേറ്റഡ് വാല്യൂ ഉണ്ട്, അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. C/R ആണ് ടേബിളിൽ നിന്ന് കിട്ടുന്നത്, അപ്പോൾ റെസിപ്രോക്കൽ എടുക്കാൻ മറക്കരുത്. K വാല്യൂ ഫുൾ ബിയറിംഗ് ആണെങ്കിൽ ഫുൾ ജേണൽ ആണെങ്കിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ എത്രയാണോ ആംഗിൾ പറഞ്ഞിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ΔF L/D റേഷ്യോ ഈ റേഞ്ചിലാണെങ്കിൽ 0.002 എന്നിടുക, ഇല്ലെങ്കിൽ നമ്മുടെ തൊട്ട് താഴത്തെ ചാർട്ടിൽ നിന്നും ആ വാല്യൂ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും കാൽക്കുലേറ്റ് ചെയ്തു. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിമം ഓയിൽ ഫിലിം തിക്നെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മിനിമം ഓയിൽ ഫിലിം തിക്നെസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് എൻ്റെ സോമർഫീൽഡ് നമ്പറും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്നത് ഫിഗർ 15.9, പേജ് നമ്പർ 356. അപ്പം പേജ് 356 എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിൽ നോക്കിയേ, ഡിനോമിനേറ്ററിൽ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓർ സോമർഫീൽഡ് നമ്പർ ഇസഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈ ആക്സിൽ മിനിമം ഓയിൽ ഫിലിം തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. ഓരോ പല കർവുകൾ കാണാൻ പറ്റും. അതിൽ ഓരോന്നിലും β360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫുൾ ജേണൽ ബിയറിംഗ് ആണെങ്കിൽ. അതല്ല വേറെ ബീറ്റ വാല്യൂയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ എസ്സും ബീറ്റയെ നമുക്കറിയാമെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ചെയ്യുക. സോമർഫീൽഡ് ഇപ്പം 6 × 10⁻6 ആണെങ്കിൽ ആ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങോട്ട് പിടിക്കുക. β360 ആണ് ഇവിടെ കൊണ്ടുപോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുക. അപ്പോൾ എനിക്ക് H0/C വാല്യൂ എന്ത് കിട്ടും? ഈ ടേബിളിൽ സോമർഫീൽഡ് നമ്പറിനെയും ബീറ്റ വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? H0/C എന്നുള്ള വാല്യൂ കിട്ടും. H0/C എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഫിഗറിൽ നിന്നും വി നീഡ് ടു കാൽക്കുലേറ്റ് H0/C ബേസ്ഡ് ഓൺ എന്തൊക്കെയാണ്? എസ് ആൻഡ് ബീറ്റ. ഈ രണ്ട് വാല്യൂവിനെ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ വാല്യൂ കണ്ടുപിടിച്ചു. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിച്ചായിരുന്നു? ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയറൻസ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ therefore ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? H0 എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? മിനിമം ഓയിൽ ഫിലിം തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ഓയിൽ ഫിലിം തിക്നെസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്താണ്? അപ്പോൾ ആറ്റിറ്റ്യൂഡിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി റേഷ്യോ ആണ്. എക്സെൻട്രിസിറ്റി റേഷ്യോ. അപ്പോൾ എക്സെൻട്രിസിറ്റി റേഷ്യോനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എപ്സിലോൺ ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് 1 - H0/C ആയിരിക്കും. ഈ ഇക്വേഷൻ നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്. പക്ഷേ ആറ്റിറ്റ്യൂഡ് എന്നുള്ള പേരിലല്ല കിടക്കുന്നത്, പകരം എക്സെൻട്രിസിറ്റി റേഷ്യോ എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ഇക്വേഷൻ 15.7b പേജ് 357. ഇത് മാൻഡേറ്ററി അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു വട്ടം യൂണിവേഴ്സിറ്റിക്ക് എക്സെൻട്രിസിറ്റി റേഷ്യോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എത്രയായിരുന്നു ചോദിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് റെഫർ ചെയ്ത് കോട്ട് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. പക്ഷേ മിനിമം ഓയിൽ ഫിലിം തിക്നെസ് H0 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് വലിയൊരു സ്റ്റെപ്പൊന്നും അല്ല, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ മിനിമം ഓയിൽ ഫിലിം തിക്നെസ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ, 8ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് എത്രമാത്രം ഹീറ്റ് ജനറേറ്റ് ചെയ്തു, ഹീറ്റ് ജനറേറ്റഡ് എത്രയാണ്. അപ്പോൾ 8th സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഹീറ്റ് ജനറേറ്റഡ്. ഹീറ്റ് ജനറേറ്റഡിനെ നമ്മൾ എഴുതുന്നത് Hg എന്നായിരിക്കും എഴുതുന്നത്. ഹീറ്റ് ജനറേറ്റഡ് ഈസ് Hg. അപ്പോൾ Hg വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ Hg വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇക്വേഷൻ 15.6J പേജ് 356 ആണ്. സോ Hg വാല്യൂ ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കുന്ന F × W/V എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡേറ്റാ ബുക്കിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ Hg ഈസ് ഈക്വൽ ടു പേജ് 356, Hg ഈക്വൽ ടു F × W/V എന്നാണ്. അവിടെ F നോക്കിയേ πdN/1000 എന്നാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്മോൾ n ആണ് കൊടുത്തിരിക്കുന്നത്. സ്മോൾ n എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കുക ക്യാപിറ്റൽ N/60 ആണ്, മറന്നു പോകരുത്. സ്മോൾ n ഈസ് ക്യാപിറ്റൽ N/60 ബിക്കോസ് സ്മോൾ n എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് RPSലാണ്. ഇതെന്ന് പറയുന്നത് എന്താ? RPMലായിരിക്കും ഉള്ളത്. അത് തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡയമീറ്റർ ശ്രദ്ധിക്കുക, ഡയമീറ്റർ mmലാണ് ഇടുന്നത്. അതുകൊണ്ടാണ് അവർ 1000 ഡിനോമിനേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി നമുക്ക് m/s കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോഡ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് എത്രയാണെന്ന് കിട്ടും. അത് നിങ്ങളും സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എഴുതാനും മറന്നു വരും. അതിൻ്റെ യൂണിറ്റ് കിട്ടുന്നത് J/s. J/s പറയുന്ന പേരാണ് എന്ത്? വാട്ട്സ്. അപ്പോൾ J/s എന്ന് എഴുതുക, അല്ലെങ്കിൽ വാട്ട്സ് എന്ന് എഴുതുക. അപ്പോൾ അത്രയും J/s ഓർ വാട്ട്സ്. ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ജനറേറ്റഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഇനി എത്രമാത്രം ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് അറിയണം. അപ്പം അടുത്ത സ്റ്റെപ്പിൽ, 9ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഡിസിപ്പേറ്റഡ്. സോ ഹീറ്റ് ഡിസിപ്പേറ്റഡ് HD എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ HD കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ 15.11C പേജ് 360 ഇക്വേഷൻ ഉണ്ട്, നോക്കുക. ഡേറ്റാ ബുക്കിൽ കിടക്കുന്ന ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. HD ഈസ് ഈക്വൽ ടു KP × LD × 10⁻⁻6 എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇതിൽ KP എന്താണ് എന്നുള്ളത് തൊട്ട് അപ്പോഴത്തെ പേജിൽ 361 KP ഈക്വൽ ടു ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. KP ഈസ് ഈക്വൽ ടു എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ അതിനെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്ത് എഴുതുവാണേ. ∆T + 18 / സ്മാൾ kp, ഇതിന് ഒരു ഹോൾ സ്ക്വയറും ഉണ്ട്. ക്ലിയർ.
അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം 360ൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇവിടെ എന്താണ് കെ പി വാല്യൂ ഞാൻ ഡെൽറ്റ ടി എന്ന് എഴുതിയത് ടി ബി മൈനസ് ടി എനെ ഞങ്ങൾ ഡെൽറ്റ 2T വരും കൺഫ്യൂഷൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്നുള്ള മീനിങ് എന്താ ടി ബി മൈനസ് ടി എന്ന് പറയുന്നത് ടി ബി എന്ന് പറയുന്നത് ബിയറിംഗ് ടെമ്പറേച്ചറും ടി എന്ന് പറയുന്നത് ആംബിയൻ ടെമ്പറേച്ചറും ആയിരിക്കും. ആംബിയൻ ടെമ്പറേച്ചർ അൺനോൺ ആണെങ്കിൽ സ്യൂട്ടബിളി അസ്യൂം ചെയ്യാൻ 28°C ഓർ 30°C നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ആംബിയൻ ടെമ്പറേച്ചർ വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അതല്ലെങ്കിൽ തൊട്ട് താഴെ തന്നെ അവർ പറയുന്നുണ്ട് ഡെൽറ്റ ടി, അതായത് ടി ബി മൈനസ് ടി എ എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം, ഹാഫ് ഓഫ് T0 മൈനസ് ടി എന്ന് എഴുതാമെന്ന് അവർ പറയുന്നുണ്ട്. T0 നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അസ്യൂം ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയുന്നത് ആംബിയൻ ടെമ്പറേച്ചറാണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഡെൽറ്റ ടി എത്രയാണ് കണ്ടുപിടിക്കാം. എന്നിട്ട് സ്മോൾ കെ പി വാല്യൂ അവർ തൊട്ട് താഴെ പറയുന്നുണ്ട്. അവിടെ 2 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ സ്യൂട്ടബിളായിട്ട് അസ്യൂം ചെയ്യുക. ലൈറ്റ് ഓർ മീഡിയം കൺസ്ട്രക്ഷൻ എന്നുള്ളത് സ്റ്റിൽ എയർ ആണെങ്കിൽ ആ വാല്യൂ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ഡിസിപ്പേറ്റഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഹീറ്റ് ഡിസിപ്പേറ്റഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ എമൗണ്ട് ഓഫ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വയർമെൻറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ 10ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ കൂളിങ്ങിനെ പറ്റി. ആർട്ടിഫിഷ്യൽ കൂളിംഗ് അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ആർട്ടിഫിഷ്യൽ കൂളിംഗ് എന്ന് പറയുന്നത് ഇഫ് HD ഈസ് ലെസ് ദാൻ HG, അതായത് ഹീറ്റ് ഡിസിപ്പേറ്റഡ് കുറവും ജനറേറ്റഡ് ആണ് കൂടുതൽ. അപ്പോൾ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത ഹീറ്റിനെ മുഴുവൻ കളയണം. അപ്പോൾ ജനറേറ്റഡ് ഹീറ്റാണ് കൂടുതലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇറ്റ് റിക്വയർസ് ആർട്ടിഫിഷ്യൽ കൂളിംഗ്. അതിന് ആർട്ടിഫിഷ്യൽ കൂളിംഗ് ആവശ്യമാണ്. അതിൻ്റെ എമൗണ്ട് എങ്ങനെ ഒരു ഹയർ വാല്യൂ ചെയ്ത HG, സോ എമൗണ്ട് എന്ന് പറയുന്നത് HG മൈനസ് എത്ര ആയിരിക്കും, HD ആയിരിക്കും. ഇനി അതല്ല എനിക്ക് ഇൻ കേസ് ഇഫ് HD ഈസ് ഗ്രേറ്റർ ദാൻ HG, അതായത് ഡിസിപ്പേഷൻ കൂടുതലും ജനറേഷൻ കുറവാണെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമില്ല, അവിടെ എന്ത് തന്നെ മതി, നാച്ചുറൽ കൂളിംഗ് തന്നെ മതി. അതിന് പ്രത്യേകിച്ച് അഡീഷണൽ കൂളിംഗ് റിക്വയർമെൻ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ 10ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ അഡീഷണൽ ഓർ ആർട്ടിഫിഷ്യൽ കൂളിംഗ് റിക്വയർമെൻറ്റിനെ പറ്റി പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി ഇത്രയും വെച്ചിട്ടാണ് പ്രൊസീജിയർ തീരുന്നത്. പക്ഷേ അഡീഷണലായിട്ട് ചില പ്രോബ്ലത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യമാണ് ഫ്ലോ വേരിയബിൾ. ഇപ്പം 11ാമത് നമ്മൾ ചെയ്യുന്നത് ഫ്ലോ വേരിയബിൾ കണ്ടുപിടിക്കുക. വി വിൽ കാൽക്കുലേറ്റ് ദി ഫ്ലോ വേരിയബിൾ. അപ്പോൾ ഫ്ലോ വേരിയബിളിനെ നമ്മൾ എഴുതുന്നത് FLV, ഫ്ലോ വേരിയബിൾ FLV എന്നായിരിക്കും. അതിന് നമ്മൾ ഫിഗർ 15.13 പേജ് 358 എടുക്കുക. ഇപ്പോൾ പേജ് 358 നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബിയറിംഗ് എഗെയിൻ സോമർഫീൽഡ് നമ്പറും ബീറ്റായും വെച്ചുകൊണ്ട് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ y ആക്സിസ് നോക്കിയാൽ ഫ്ലോ വേരിയബിൾ FLV എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ FLV = Q/RC എന്നുള്ളത് അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഫ്ലോ വേരിയബിളിനെ നമ്മൾ FLV എന്നാണ് എഴുതുന്നത്, അല്ലെങ്കിൽ FVL എന്ന് വേണേൽ എഴുതാം. FLV എന്നാണ്. അപ്പോൾ ഡേറ്റാ ബുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ FVL അല്ല ഉദ്ദേശിക്കുന്നത്, FLV പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അപ്പോൾ FLV എന്ന് പറയുന്നത് നമുക്ക് ചാർട്ടിൽ നിന്നുണ്ട്. ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചാർട്ടിൽ നിന്ന് ബേസ്ഡ് ഓൺ ദി സോമർഫീൽഡ് നമ്പർ ആൻഡ് ബീറ്റ വാല്യൂ വി വിൽ കാൽക്കുലേറ്റ് ദി FLV വാല്യൂ. So based on beta and S we will calculate FLV from the y-axis. ഫ്ലോ വേരിയബിൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 12ാമത്തെ സ്റ്റെപ്പിൽ ഫ്ലോ വേരിയബിൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് എത്രമാത്രം ഫ്ലോ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേഷൻ ഓഫ് ഫ്ലോ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യും. അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 15.8b പേജ് 358 നോക്കുക. അവിടെ നിങ്ങൾക്ക് ഡേറ്റാ ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ നോക്കിയാൽ Q = FLV × RCNL. 2 ഇക്വേഷൻ ഉണ്ട്. വിത്തൗട്ട് സൈഡ് ലീക്കേജ് ഉണ്ട്, വിത്ത് സൈഡ് ലീക്കേജ്. നമ്മൾ നേരത്തെ ഒരു സോമർഫീൽഡ് നമ്പർ എടുക്കാൻ നേരം വിത്തൗട്ട് സൈഡ് ലീക്കേജ് എടുത്തെങ്കിൽ ഇവിടെയും എന്ത് തന്നെ എടുക്കണം, വിത്തൗട്ട് സൈഡ് ലീക്കേജ് തന്നെ എടുക്കണം. അതല്ല അവിടെ വിത്ത് സൈഡ് ലീക്കേജ് എടുത്തെങ്കിൽ ഇവിടെയും എന്ത് തന്നെ എടുക്കണം, വിത്ത് സൈഡ് ലീക്കേജ് എന്നുള്ള കണ്ടീഷൻ അസ്യൂം ചെയ്യണം. ഇപ്പോൾ ഞാൻ വിത്തൗട്ട് സൈഡ് ലീക്കേജിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതി. ഇതിൽ R, CS, സ്പീഡ് എല്ലാം നമുക്കറിയാം. FLV എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടി, സ്റ്റെപ്പ് 11 നിന്ന് കിട്ടി. തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് FLV ചാർട്ടിൽ നിന്ന് നമ്മൾ എഴുതിയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് Q വാല്യൂ കിട്ടും. Qൻ്റെ യൂണിറ്റും സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കിട്ടുന്നത് mm³/s കിട്ടുന്ന കാര്യം. ഇവിടെ R mm-ലാണ്, C mm-ലാണ്, L mm-ലാണ്. N എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ്.
അത് അവർ താഴെ തന്നെ എഴുതുന്നുണ്ട്. സ്പീഡ് എന്തിൽ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്, RPM തന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തിലായിരിക്കേണ്ടത്? മില്ലിമീറ്റർ ക്യൂബ് മിനിറ്റില്ല, മില്ലിമീറ്റർ ക്യൂബ് പെർ മിനിറ്റിലായിരിക്കും യൂണിറ്റ്. ഞാൻ യൂണിറ്റ് എഴുതി തെറ്റിപ്പോയി. അപ്പം ശ്രദ്ധിക്കാം, MM ക്യൂബ് പെർ മിനിറ്റിലായിരിക്കേണ്ടത്. എന്നിൻ്റെ യൂണിറ്റ് അവർ പറയുന്നുണ്ട്. ദെൻ RC ഒക്കെ ഫ്രണ്ടിൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആറിൻ്റെയും സിയുടെയൊക്കെ യൂണിറ്റ് എന്താണെന്ന്. ഇപ്പോൾ സിയുടെ യൂണിറ്റ് റേഡിയൽ ക്ലിയറൻസ് MM ആണ്, ഡയമീറ്റർ MM, അപ്പോൾ റേഡിയസ് MM ആയിരിക്കും. N വാല്യൂ റെവല്യൂഷൻ പെർ മിനിറ്റ്, അതായത് RPM കൊടുക്കേണ്ടത്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബിയറിംഗ്, അത് എന്താണ് MM ആണ്. അപ്പോൾ ഏത് നൊട്ടേഷൻ അംശം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇത് ഇൻഡെക്സിലോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, 13ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ റൈസ് എത്രയാണ്. ചില കേസിൽ ചില പ്രോബ്ലത്തിൽ അഡീഷണൽ ആയിട്ട് വരും. ശരിക്കും നിങ്ങൾ എത്രാമത്തെ 10 സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി. 11, 12, 13 എന്ന് പറയുന്നത് അഡീഷണൽ സ്റ്റെപ്പുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 10, 11, 12 11, 12, 13 എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഹീറ്റ് ജനറേറ്ററിനെ ഹീറ്റ് ഡിസിപ്പേറ്റഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് ഡിസിപ്പേറ്റഡിനകത്ത് എന്തുകൊണ്ട് ΔT എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ ആ ടേം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ΔT, അതായത് ടെമ്പറേച്ചർ റൈസ് ΔT എത്രയാണ് കണ്ടുപിടിക്കും. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോബ്ലം. എല്ലാ പ്രോബ്ലത്തിലും ഇല്ലാന്ന് ഞാൻ വീണ്ടും സ്പെസിഫിക്കലി പറയാം. അതല്ലെങ്കിൽ ചില കേസിൽ നമുക്ക് മാസും സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഓയിലും തരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? HG = MCP ΔT എന്നുള്ള കണ്ടീഷൻ. MCP ഇതറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? HG കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ΔT. രണ്ട് രീതിയിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗിവൺ ഡേറ്റ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇത്രയും സ്റ്റെപ്പുകളാണ്. പിന്നെ ഓൾറെഡി ഞാൻ നേരത്തെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി റേഷ്യോയുടെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ബേസിക്കലി എന്തുള്ളത് ജേണൽ ബിയറിങ്സിനകത്തുള്ളത്. അഡീഷണൽ ആയിട്ട് ചില പ്രോബ്ലത്തിൽ ഇന്ന വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പുകൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമ്മൾ അടുത്ത ലെക്ചറിൽ ഇതിൻ്റെ 1 or 2 സാമ്പിൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ലെക്ചർ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ടുകളും സജഷൻസും എല്ലാം നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ വഴിയോ ടെലിഗ്രാം ചാനൽ വഴിയോ അറിയിക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൾ.